നമ്മളിനി ബംഗളൂരുവിലെ ഒരു കാഴ്ചയിലേക്ക് പോവുകയാണ്. അവിടെ ഇരുചക്ര വാഹനങ്ങളിൽ അഭ്യാസം നടത്തി ഒരു കൂട്ടം ബൈക്കർമാർ. അവർക്കിപ്പോൾ നാട്ടുകാർ തന്നെ ശിക്ഷ നൽകിയിരിക്കുന്നു. നിരവധി തവണ വിലക്കിയിട്ടും അഭ്യാസം തുടർന്നോടെ വാഹനങ്ങൾ മേൽപ്പാലത്തിൽ നിന്ന് താഴേക്കിടുകയായിരുന്നു. ബംഗളൂരുവിന് പുറത്ത് നെലമംഗല ഹാസൻ റൂട്ടിലാണ് അഭ്യാസികളെ നാട്ടുകാർ തന്നെ ശിക്ഷിച്ചത്. ഏതായാലും നാട്ടുകാർ നിയമം കയ്യിലെടുത്തെന്ന് ആരോപിച്ച് പ്രതിഷേധിക്കുകയാണ് ബൈക്കർമാരും. AP നദീറയുണ്ട് ബംഗളൂരുവിൽ നിന്ന്. നദീറ, ഇതൊരു ശിക്ഷയെന്ന് പറയാൻ കഴിയില്ല, നിയമം കയ്യിലെടുക്കാൻ നാട്ടുകാർക്കും അധികാരമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അഭ്യാസം അസഹനീയമായി പോയപ്പോഴായിരിക്കാം ഒരുപക്ഷെ നാട്ടുകാർ ഇങ്ങനെ ഒരു അതിരുകടന്ന നടപടിയിലേക്ക് കടന്നതല്ലേ? വിനിത, ഇത് ഈ നെലമംഗല ഹാസൻ റൂട്ടിലാണ് ഇതുണ്ടായിരിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിലും നദീറ തുടരാം. ചെറിയ സാങ്കേതിക തകരാറായിരുന്നു. ബൈക്കർമാരുടെ ഈ അഭ്യാസ പ്രകടനം കഴിഞ്ഞ കുറേ നാളുകളായി ബംഗളൂരുവിലുള്ളതാണ്. അഭ്യാസ പ്രകടനങ്ങൾ ഇവിടെ ആവർത്തിക്കാറുള്ളത്. അത് സഹി കെട്ടപ്പോഴാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് നാട്ടുകാർ എത്തിയതെന്ന് വേണം പറയാൻ. ദേശീയപാതയിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഭാഗങ്ങളിലെല്ലാം നിന്നുകൊണ്ട് ഇങ്ങനെ അഭ്യാസ പ്രകടനം നടത്തുക എന്നത് വീക്കെൻഡുകളിൽ ഇവിടെ ഒരു സാധാരണമായ സംഭവമാണ്. എത്ര തവണ പോലീസ് ഇടപെട്ടിട്ടും ഇത് തടയാൻ ശ്രമിച്ചിട്ടും ഒന്നും തടയാൻ സാധിക്കാത്ത സാഹചര്യവുമുണ്ട്. എപ്പോഴും ഇത് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഈ നാട്ടുകാർ കുറേ പറഞ്ഞു മടുത്തതിന് ശേഷമാണ് ഇത്തരം ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഈ മേൽപ്പാലത്തിൽ നിന്ന് ഇവരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് താഴേക്കിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. കുറെ പേർ ഇതിനെതിരെ പ്രതികരണവുമായി വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നിയമം കയ്യിലെടുക്കാൻ ആരാണ് ഈ നാട്ടുകാർക്ക് അധികാരം നൽകിയതെന്ന് ചോദിച്ചുകൊണ്ട് ബൈക്കേഴ്സിന്റെ സംഘടനയും അതുപോലുള്ള ആളുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. കാര്യം ശരിയാണ്, അവർക്കാർക്കും തന്നെ നിയമം കയ്യിലെടുക്കാനുള്ള അധികാരമോ അവകാശവുമോ ഇല്ല. അത് ചെയ്യേണ്ടത് പോലീസാണ്. പക്ഷേ പോലീസിനെ വഴങ്ങുകയുമില്ല ഈ കൂട്ടർ എന്നതാണ് നിലപാട്. കാരണം പോലീസ് ഇത്തരത്തിൽ ബൈക്ക് ഓടിക്കുന്നവരെ തടയാൻ ശ്രമിക്കുമ്പോൾ അവരുടെ നെഞ്ചത്തേക്ക് ബൈക്ക് പാഞ്ഞു കയറ്റുന്ന സംഭവങ്ങൾ വരെ ബംഗളൂരുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ബൈക്കേഴ്സിന്റെ കരളുടയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണിത്. അവരുടെ പ്രിയപ്പെട്ട വാഹനം പിടിച്ചെടുത്ത് ഒരു മേൽപ്പാലത്തിൽ നിന്ന് താഴേക്കിടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ഒരു വിഷ്വലാണത്. എന്തായാലും ഈ ഒരു വിഷ്വൽ കണ്ടിട്ടെങ്കിലും ഇങ്ങനെയുള്ള പ്രകടനത്തിൽ നിന്ന് പിന്മാറാൻ ഇവർക്ക് കഴിയട്ടെ എന്നാവും കരുതിയാകും ആളുകൾ ഇത് പങ്കുവച്ചിട്ടുണ്ടാകുക എന്നാണ് കരുതുന്നത്. ശരി, ഏതായാലും നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. പക്ഷേ ശക്തമായ നടപടികൾ ഉണ്ടായേ മതിയാകും. മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇടപെട്ടേ മതിയാകൂ. ബൈക്കർമാരെ നിയന്ത്രിക്കണം. ഒപ്പം നാട്ടുകാർക്ക് സ്വൈര ജീവിതത്തിന് സാധ്യമാവുകയും വേണം. AP നദീറ വിവരങ്ങൾ നൽകുകയായിരുന്നു ബംഗളൂരുവിൽ നിന്ന്.